സോ ബ്രസീൽ രാജ്യങ്ങളിൽ ഹിറ്റായിട്ടുള്ള മോഡലുകൾ പലതും ഇന്ത്യയിലുണ്ട്, പല കമ്പനീസിന്റെ. അതിനൊന്നും വലിയ പ്രശ്നം വരാൻ ചാൻസ് ഇല്ല. ഉദാഹരണത്തിന് 2007 മോഡൽ സിറ്റി ഇസറക്സിന്റെ പത്രപരസ്യത്തിൽ ഞാൻ അന്ന് കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്, E10 കമ്പാറ്റബിൾ എന്ന്. അത് ഫസ്റ്റ് മോഡൽ. പിന്നെ സെക്കൻഡ് നമ്മുടെ സിറ്റി 2008 സിറ്റിക്കും E10 കമ്പാറ്റബിൾ ആണ്. അതായത് ഹോണ്ട അന്ന് E10 10% വരെ എത്തനോൾ കമ്പാറ്റബിൾ ആയിട്ടുള്ള എഞ്ചിൻ ഡിസൈൻ ആണ് കൊടുത്തിരുന്നത്. സോ ഹോണ്ട സിറ്റി ഉള്ളവരൊന്നും കൊടുക്കണ്ട, നിങ്ങൾ ഭാഗ്യവാന്മാരാണെന്ന് തന്നെ കരുതിക്കൊള്ളുക. കാരണം ഹോണ്ടയാണ് ഇപ്പം ഏറ്റവും കൂടുതൽ E10 കമ്പാറ്റബിൾ ആയിട്ടുള്ള കാറുകൾ പഴയ കാറുകളിലുള്ളത്. ബാക്കി എല്ലാവരും മാനുവൽ കാറും എല്ലാവരും പണി മേടിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നീട് വരുന്നൊരു മാനുഫാക്ചർ എന്ന് പറഞ്ഞാൽ ഫിയറ്റ് ആണ്. ഫിയറ്റിന്റെ കാറുകൾ പ്രത്യേകിച്ചാൽ ഫിയറ്റിന്റെ കാറുകൾ മുക്കാലും ഇവിടെ ഇറക്കിയ ലിനിയായാലും പുന്തോയാലും എല്ലാം ബ്രസീലിനും കൂടെ വേണ്ടി ഡിസൈൻ ചെയ്തതാണ്. അല്ലെ ബ്രസീലാണ് അവരുടെ മെയിൻ മാർക്കറ്റ് എന്ന് തോന്നുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും ബ്രസീൽ മാർക്കറ്റിൽ മെയിനായിട്ട് നിന്ന ഫിയറ്റിന് എന്തായാലും അവർ E10 E20 ഒക്കെ കമ്പാറ്റബിൾ ആയിട്ടുള്ള ഡിസൈൻ ആയിരിക്കും കൊണ്ടുവന്നേക്കുന്നത്. സോ ഫിയറ്റിന്റെ പെട്രോൾ കാറുകളും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു പരിധി വരെ ഈ പെട്രോളിന് ഒരു തട്ടുകേടില്ലാതെ ഊരിപ്പോരും. മാരുതി അവര് 2018-19 തൊട്ടുള്ള മോഡൽസിനകത്തൊക്കെ E10 കമ്പാറ്റബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരത് അത്ര സ്ട്രെസ് ചെയ്ത് പറയുന്നില്ല. കാരണം എനിക്ക് തോന്നുന്നു അതിന്റെ ഹോസസിലൊക്കെ വ്യത്യാസം കാണുമായിരിക്കും. ബാക്കിയുള്ള മാനുഫാക്ചേഴ്സിന്റെ കാര്യങ്ങൾ എനിക്ക് വലിയ പിടിയില്ല. പക്ഷെ നിങ്ങൾ ഇന്ത്യ പുറത്ത് അല്ലെ ബ്രസീലിലും കൂടെ ഉള്ളൊരു മാർക്കറ്റ് മോഡലാണെങ്കിൽ ഫോർഡിന്റെ വരുമ്പോഴത്തേക്കും ഫോർഡിന്റെ എക്കോ സ്പോർട്ട് നല്ല രീതിക്ക് ബ്രസീൽ ഹിറ്റാണ്. സോ ഫോർഡ് എക്കോ സ്പോർട്ടിനകത്ത് മിക്കവാറും E10 പെട്രോൾ ഒന്നും വലിയ പ്രശ്നം ഉണ്ടാക്കുമെന്ന് തോന്നുന്നില്ല. ബാക്കി കാറുകളുടെ കാര്യം എനിക്ക് ഡൗട്ടുണ്ട്. പിന്നെ BMW ഉള്ളവർ പേടിക്കുക വേണ്ട. BMWന്റെ കാറുകൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് E25 വരെ എത്രയോ 25 ബ്ലെൻഡ് ആണെങ്കിലും BMW കാറുകൾക്ക് ഒരു പ്രശ്നമില്ല. അവർ അന്നേ അത് കമ്പാറ്റബിൾ ആയിട്ടാണ് ഇറക്കിയിരിക്കുന്നത്.